പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. തൻ്റെ ക്രൂശുമരണത്തിന് തൊട്ട് മുമ്പായി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. ഇനിയുള്ള കാലഘട്ടങ്ങൾ എത്ര, ദിവസങ്ങൾ എത്ര ശുഭമല്ല, സാഹചര്യങ്ങൾ മാറിമറിയും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനെ മധ്യേ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ പറഞ്ഞ വാക്കുകൾ, ഞാൻ ചെയ്ത ജീവിത രീതികൾ, എൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങാതെ ശുഭമായിരിക്കാൻ ദൈവം സഹായിക്കും എന്നാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നത്. നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ പല ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കും ഹൃദയം കലങ്ങുന്ന അനുഭവങ്ങൾ. 73-ാം സംഘത്തിൽ ആസാഫ് തൻ്റെ ജീവിതാനുഭവങ്ങളുമായി മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ദൈവസന്നിധിയിൽ പറയുന്നു, കർത്താവേ, എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ക്ഷയിച്ചു പോകുന്നു, എങ്കിലും നീ എൻ്റെ ഓഹരിയും നീ എൻ്റെ ഹൃദയത്തിൻ്റെ പാറയുമാകുന്നു. ഹൃദയം ക്ഷീണിക്കുന്ന, ക്ഷയിക്കുന്ന, മാനസിക വ്യതയുണ്ടാക്കുന്ന അനുഭവങ്ങൾ കണ്ടിട്ട് അതിനു മുമ്പിൽ പതറുന്ന ഭക്തന് ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ അവൻ ദൈവത്തിലുള്ള ആശ്വാസം പ്രാപിച്ചപ്പോൾ പറയാണ്, എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും എൻ്റെ കർത്താവായിരിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറ. അതുകൊണ്ട് അവൻ എൻ്റെ ഓഹരിയാണ്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല, എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 14-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവർ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവിടെ കാണുന്നത് ജീവിതത്തിൻ്റെ അധ്വാന ഭാരം, കഷ്ടതകളുടെ മധ്യേ നിലവിളിക്കുന്ന ഭക്തൻ, ഹൃദയത്തിൽ ഭാരമായി കടന്നു പോകുന്ന ഭക്തൻ ദൈവത്തിനെങ്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം അതൊക്കെ ഏറ്റെടുത്ത് അവൻ്റെ വിടുതൽ നൽകി അവനെ ആശ്വസിപ്പിക്കുന്ന അനുഭവം കാണുവാൻ സാധിക്കുന്നു. കർത്താവ് തന്നെ വേറെ ഒരു ഭാഗത്തെ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം തീയതി പറയുന്നു, നിങ്ങളുടെ ഉപജീവന ചിന്തകളാലും നിങ്ങളുടെ അധിഭക്ഷണത്താലും മദ്യപാനത്താലും ഒക്കെ നിങ്ങൾ വിഷമിച്ച് ഭാരപ്പെടുന്ന അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും. എന്നാൽ ഇതുകൊണ്ടൊന്നും ജീവിതത്തിൽ നേടുവാൻ സാധിക്കില്ല. എന്നാൽ ഈ ഭാരങ്ങളൊക്കെ മാറിയിട്ട് ജീവിതം കർത്താവിനായി സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ ഈ നിന്റെ ഭാരത്തെ മാറ്റി ജീവിതത്തിന് ഒരു നന്മ, ഒരു വിടുതൽ, ഒരു ആശ്വാസം നൽകുവാൻ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിലേക്ക് ഇന്ന് പകൽക്കാലം ആശ്രയിച്ച് ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപയിട്ട് നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന നിന്റെ മക്കളെ നിങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപജീവന ചിന്തകളാലും മറ്റ് ചിന്തകളാലും ജീവിതത്തിലെ ഭാരങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവിക ആശ്വാസം, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന അരുളി ചെയ്ത കർത്താവിൻ്റെ ഇമ്പസ്വരം കേൾക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാൻ, ആശ്വാസം പ്രാപിപ്പാൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താവട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.